പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതിനു ശേഷം പുറത്തുപോയി കരയുന്നതായി സമാന്തര സുവിശേഷങ്ങൾ 3 രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 75-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. പത്രോസ് ആ സാഹചര്യത്തിൽ നിന്ന്, തെറ്റിന്റെ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയി കർത്താവിന്റെ കരുണയെപ്പറ്റി ആലോചിച്ചപ്പോൾ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈശോയെപ്പറ്റി ഓർത്തപ്പോൾ അവൻ ആ സാഹചര്യം വിട്ട് പുറത്തേക്ക് ഇറങ്ങി കരയുകയാണ്. മാനസാന്തരത്തിന്റെ 1-ാമത്തെ പടി ഇതാണ്: ശരീരത്തിൽ നിന്നുള്ള ഒരു മാറ്റം. അതായത് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ശരീരം കൊണ്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു മാനസാന്തരപ്പെടാൻ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. മാനസാന്തരത്തിന്റെ അടുത്ത ഒരു പടിയാണ് നമ്മളിത് ഇവിടെ കാണുന്നത്. പത്രോസ് ഈശോയുടെ കരുണയെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും ഒക്കെ ഓർത്തപ്പോൾ ഹൃദയം നൊന്ത് അവൻ കരയുകയാണ്. ശരീരത്തിൽ നിന്നും മനസ്സിലേക്കുള്ള ഒരു പടി, ഒരു യാത്ര, അതാണ് മാനസാന്തരത്തിന്റെ 2-ാമത്തെ യാത്രയാണ്. മനസ്സ് തകർന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് കരയുക എന്നുള്ളത് മാനസാന്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ ഘടകമാണ്. അതാണ് ഇവിടെ പത്രോസിൽ കാണുന്നത്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 14-ാം അധ്യായം 72-ാം വാക്യം: ഉടനെ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവനുള്ളിലൊഴുകി കരഞ്ഞു. പത്രോസിന്റെ ആത്മാവിലെ ഒരു കരച്ചിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പത്രോസ് വീണുപോയവനാണ്. തിന്മയെപ്പറ്റിയുള്ള, അവൻ ചെയ്ത തെറ്റിനെ പറ്റിയുള്ള ഓർമ്മയൊക്കെ ഒരു വശത്തുണ്ട്. എന്നാൽ മറുവശത്ത് അതിനേക്കാളും വലിയ കർത്താവിന്റെ കരുണയെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയുമുള്ള ഓർമ്മയുണ്ട്. അങ്ങനെ അവൻ ആത്മാവിൽ കരയുകയാണ്. മനസാന്തരത്തിന്റെ 3-ാമത്തെ പടിയാണ് ശരീരവും മനസ്സും കഴിഞ്ഞ് വീണ്ടും ആത്മാവിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ പത്രോസ് ഒത്തിരി വീണുപോയവനാണ്, വലിയ തെറ്റ് ചെയ്തവനാണ്. പക്ഷെ പത്രോസിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, തിബിരിയസ് കടൽത്തീരത്തിന് മുമ്പിൽ പത്രോസിനെ 3 തവണ തന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. അതായത് പത്രോസിന്റെ തള്ളിപ്പറച്ചിലുകളെ കർത്താവ് കരുണയോടെ സ്നേഹപ്രഖ്യാപനങ്ങളായി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതൊരു നല്ല പാഠമാണ്. മാനസാന്തരത്തിന്റെ ഈ 3 വഴികളിലൂടെ നമ്മളും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കരച്ചിൽ എന്ന് പറയുന്നത് എപ്പോഴും ചില വേദനകളുടെ, വിഷമത്തിന്റെ, നിരാശയുടെയൊക്കെ, തെറ്റുകുറ്റങ്ങളുടെയൊക്കെ സ്വാഭാവിക പ്രകടനമാണ്. പക്ഷെ ഇങ്ങനെ വൈകാരികമായി ഇത്തരം പ്രകടനങ്ങൾ കൊണ്ട് അവസാനിക്കാതെ നമ്മുടെ മാനസാന്തരം പൂർണ്ണമാകുന്നു എപ്പോഴും തെറ്റ് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ദിശാബോധമുണ്ടായി കർത്താവിലേക്ക് യഥാർത്ഥ മാനസാന്തരത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ പത്രോസിനുണ്ടായ അതേ അനുഭവം നമുക്കും ഉണ്ടാവും. അതായത് തള്ളിപ്പറഞ്ഞ അതേ പത്രോസിനെ കൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിച്ച ഏറ്റവും പ്രമുഖ ശിഷ്യനായി കർത്താവ് ഉയർത്തി. അതേ മാനസാന്തരം നമ്മളിലും ഉണ്ടാവട്ടെ. കാരണം യേശുക്രിസ്തു ഇന്നലെയും എന്നും ഒരാൾ തന്നെയാണ്. ആ ഈശോ കരുണയും സ്നേഹവും മാത്രമാണ്. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. മാനസാന്തരം ശരീരത്തിൽ അവസാനിക്കാതെ, ശരീരത്തിൽ ആരംഭിച്ച് മനസ്സിലൂടെ മുന്നേറി ആത്മാവിൽ അവസാനിക്കുന്നതാവട്ടെ. യഥാർത്ഥത്തിലുള്ള മാനസാന്തരമാവട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.